ജീവിച്ചിരുന്ന വി.എസ്. അച്യുതാനന്ദനേക്കാൾ മൺമറഞ്ഞ വി.എസിനെയാണ് ഏറെ പേടിക്കേണ്ടതെന്ന് CPM ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നമ്മളൊക്കെ കണ്ടതാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള വഴിയോരങ്ങൾ, പിന്നീട് ആലപ്പുഴയിൽ വലിയ ചുടുകാട്ടിൽ, അവിടെയൊക്കെ അദ്ദേഹത്തിന് യാത്രാമൊഴി നേരുവാൻ എത്തിച്ചേർന്ന ജനസാഗരം, അത് സത്യം പറഞ്ഞാൽ CPM-ന്റെ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും ആഗ്രഹിച്ചതുമല്ല. വി.എസിന്റെ പ്രാഭവം എന്നേ നഷ്ടപ്പെട്ടു എന്നായിരുന്നു അവരുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ. നമ്മുടെ കാരണഭൂതനെ ഒരു ലെജൻഡായി വാഴ്ത്തിക്കൊണ്ടുള്ള വാഴ്ത്തുപാട്ടുകൾ, അതുപോലെ ഒരു തിരുവാതിരക്കളി, സമൂഹഗാനം, ഡോക്യുമെൻ്ററി, ഇതിൻ്റെയൊക്കെ ഒരു വെള്ളിവെളിച്ചത്തിൽ വി.എസിന്റെ പ്രാഭവം ഇല്ലാതായിപ്പോയി എന്നൊക്കെ കണക്ക് കൂട്ടിയ പാർട്ടി നേതൃത്വം അവർക്ക് തെറ്റുപറ്റിയെന്ന് ആ അന്ത്യയാത്രയുടെ ദിവസങ്ങൾ തെളിയിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ കുറെ കാലമായി വി.എസിനെ ഒതുക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും പാർട്ടി നേതൃത്വം നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളോടുള്ള അമർഷവും പ്രതിഷേധവുമാണ് ഈ അന്ത്യയാത്രയിൽ നമ്മളൊക്കെ കണ്ടത്. ഇപ്പോഴിതാ വി.എസിനെ ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയന്റെയും മറ്റും നേതൃത്വത്തിലെ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അത് മുഴുവൻ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറലായി പോകുന്ന വിഷയം നമ്മുടെ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ AKG സെന്ററിന്റെ സെല്ലാറിൽ കിടക്കുന്ന പാർട്ടി രേഖകളിലും സമ്മേളന മിനിറ്റ്സിലും ഒക്കെ ഉറങ്ങിക്കിടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുറത്തു വരാൻ കാരണമായത് നമ്മുടെ പിരപ്പൻകോട് മുരളിയ 2 തവണ MLA ആയിരുന്ന ആളാ. ദീർഘകാലം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. EMS-നോടും അതുപോലെ തന്നെ വി.എസിനോടും ഒക്കെ ഒപ്പം ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. വി.എസ് മരിച്ചതിന്റെ പിറ്റേന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതി. അതിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. എങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദനെ പാർട്ടിയിലെ ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗം കാലാകാലങ്ങളിലായി ഒതുക്കി കെട്ടിയത് എന്നുള്ളതിൻ്റെ അത്യാവശ്യം വിശദമായ ഒരു വിവരണമായിരുന്നു അത്. അതിലാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ചുള്ള ആധികാരികമായ ഒരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുന്നത്. ഈ 2012 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനം, അന്ന് വി.എസും പിണറായി പക്ഷവും തമ്മിലുള്ള രൂക്ഷമായ പോര് നടന്നുകൊണ്ടിരിക്കുക. തമ്മിലടി എന്നൊക്കെ പറഞ്ഞാൽ അതിരൂക്ഷമാണ്. അപ്പോ വി.എസ് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. പിണറായി ചെയ്തത്, അല്ലെങ്കിൽ പിണറായിയുടെ പക്ഷം ചെയ്തത്, അതൊന്നും വിഭാഗീയ പ്രവർത്തനമല്ല കേട്ടോ. അതൊക്കെ പാർട്ടി പ്രവർത്തനമാണ്, വിപ്ലവ പ്രവർത്തനമാണ്. വിഭാഗീയതയ്ക്ക് വേണ്ടി, അല്ലെ വിഭാഗീയത വളർത്താൻ വേണ്ടി നടത്തിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ വി.എസ് ചെയ്തതൊക്കെ എന്താ? പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ്, പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ്. അപ്പോ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടിയിലെ യുവ നേതാവായി M. സ്വരാജ് പ്രസംഗിച്ചു എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതി. ഇത് നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നതാ, M. സ്വരാജ് അങ്ങനെ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ സ്വരാജ് വെല്ലുവിളിച്ചു മാധ്യമങ്ങളെയൊക്കെ, അത് പറഞ്ഞവരെയൊക്കെ. കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതിനൊരു തെളിവ് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. തെളിവ് എവിടെയെന്നൊക്കെയാ ചോദിച്ചത്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മുടെ സ്വരാജ് പറഞ്ഞതാണ്. ചേട്ടാ, ഇത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തിയ പ്രസംഗമല്ലയോ? അതിന് തെളിവ് ഏത് മാധ്യമ പ്രവർത്തകനാ കിട്ടുക? നമ്മളിതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാ? അവിടെ പങ്കെടുത്ത ആരെങ്കിലും പറഞ്ഞറിഞ്ഞ്, നമുക്ക് വിശ്വാസമുള്ള ആളുകൾ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, നമുക്ക് വിശ്വാസമുള്ള ചില ആളുകൾ ഇങ്ങനെ അവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്നത് കേട്ടൊക്കെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സ്വരാജിനറിയാം നമ്മുടെ ഈ തെളിവുണ്ടാവില്ല എന്നുള്ളത്. അന്ന് അദ്ദേഹം പറഞ്ഞ തെളിവ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോഴിതാ പിരപ്പൻകോട് മുരളിയുടെ ഈ ലേഖനത്തിൽ ആധികാരികമായിട്ട് ഇത് സംബന്ധിച്ചൊരു വിവരം പുറത്തു വന്നു. ആധികാരികം എന്ന് പറയാൻ കാരണം അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്തതാ, സദസ്സിന് മുമ്പിൽ തന്നെ ഇരുന്നതാണ്, ആ പ്രസംഗം കൃത്യമായിട്ട് കേട്ടതാണ്. അതുകൊണ്ടാണ് ഈ സ്വരാജിന്റെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസംഗം സംബന്ധിച്ച ആധികാരിക സ്ഥിരീകരണം ആദ്യമായിട്ട് ഈ ലേഖനത്തിലാണ് വന്നത് എന്ന് പറഞ്ഞത്. ആ ലേഖനത്തിൽ പിരപ്പൻകോട് മുരളി ഇങ്ങനെയാണ് എഴുതിയത്. മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവുമായുള്ള ബന്ധം കൂടുതൽ വഷളായി. മലപ്പുറത്തിന് ശേഷം നടന്ന കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ സംസ്ഥാന സമ്മേളനങ്ങൾ സംഘർഷ വേദികളായി മാറി. ഇതൊക്കെ ഇതിൽ പങ്കെടുത്ത ആൾ പറയുന്നതാ, വെറുതെ ആരെങ്കിലും പറയുന്നത് ഇവിടെ ഉച്ചരിക്കുന്നതല്ല.
പിരപ്പൻകോട് മുരളി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ സമുന്നത നേതാവ്, അദ്ദേഹം എഴുതിയതാണ്. പാർട്ടി താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യമില്ലാത്ത വി എസും മറ്റു താല്പര്യങ്ങളുടെ സംരക്ഷണം മാത്രം ഏറ്റെടുത്തിരുന്ന പാർട്ടി നേതൃത്വവും തമ്മിൽ ഒരു തരത്തിലും ഒത്തുപോകാതെ വന്നു. വി എസിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ചേർത്ത് ഞങ്ങളെ വിഭാഗീയരാക്കി. അതായത് പിരപ്പൻകോടും മറ്റും വി എസിനൊപ്പം നിന്ന ആളുകളാണ്. അവരെ വിഭാഗീയരാക്കി മാറ്റി, അല്ലെ വിഭാഗീയതയുടെ വക്താക്കളാക്കി മാറ്റി. 2012 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെയാണ് അയാൾ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. സംശയമൊന്നും വേണ്ട, ആർക്കും തർക്കമൊന്നും വേണ്ട. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിച്ചത് എന്ന് പിരപ്പൻകോട് എഴുതുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന വേദിയിലെ നേതൃസഖാക്കൾ ചിരിയോടെ ആ പ്രസംഗത്തെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം എഴുതിയ കാര്യമാണിത്. പിന്നീട് പിരപ്പൻകോട് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടത്, സത്യം പറഞ്ഞാൽ ഇത് പുറത്തു പറയാൻ കാരണം ഡയസിലിരുന്നവർ ഇടപെടുമെന്ന് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ കരുതി. അത് ഉണ്ടായില്ല. അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. അതുകൊണ്ടാണ് സ്വരാജ് ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് പുറത്തു പറയാൻ ഒരു കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വരാജ് പ്രസംഗിച്ചു എന്നത് മാത്രമല്ല, ഡയസിലിരുന്നവര് അല്ലെങ്കിൽ വേദിയിൽ ഇതിനെ നിയന്ത്രിക്കേണ്ടവർ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ടവര് പ്രോത്സാഹനകരമായിട്ട് ചിരിക്കുകയാണ് ചെയ്തത് എന്നാണ് പിരപ്പൻകോട് മുരളി ഈ ലേഖനത്തിൽ പറഞ്ഞു വെച്ചത്. ഈ ലേഖനം വന്നതിന് ശേഷം പല ചാനലുകൾക്കും പിരപ്പൻകോട് മുരളി ചില അഭിമുഖങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബൈറ്റുകളൊക്കെ പലയിടത്തും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു, വൈറലാകുന്നു എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ നമ്മുടെ MV ഗോവിന്ദൻ മാക്സ്, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം തന്നെ രംഗത്ത് വന്നു. കാരണം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം, കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ആള് സ്വരാജ് ഇപ്പോ ചെറിയ സ്ഥാനത്തൊന്നുമല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാ, വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് നിഷേധിച്ചേ പറ്റൂ, അത് നിരാകരിച്ചേ പറ്റൂ. അത് മാത്രമല്ല, നമുക്ക് ഈ അടുത്ത ഒരു മെയ് മാസം വരെയെങ്കിലും ഈ വി എസിന്റെ ലെഗസി, വി എസിന് ലഭിച്ച ഈ ജനപിന്തുണ അത് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് വരിക, മനസ്സിലായില്ലേ? അതുവരെ നമുക്ക് വി എസിനെ വേണം. അതുകൊണ്ട് അതുവരെ നമ്മൾ നിഷേധിക്കും. അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒന്നും ആരും ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ത് വേണം, വി എസിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം, വി എസിനോടുള്ള അത് കഴിഞ്ഞുള്ള സമീപനം എന്തായിരിക്കണം എന്നൊക്കെ അപ്പൊ തീരുമാനിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ മാക്സ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസംഗത്തെ നിരുപാധികം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹം പാർട്ടി അംഗമല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, 2016 തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി എസിനെ 6 മാസത്തേക്ക് മുഖ്യമന്ത്രിയാക്കണമെന്നൊരു അഭിപ്രായം പറഞ്ഞു. ആര്? നമ്മുടെ പിരപ്പൻകോട് മുരളി. 6 മാസം, അത് കഴിഞ്ഞ് പിണറായി ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ 80 വയസ്സ് പൂർത്തിയായവരെയൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നൊരു ന്യായം പറഞ്ഞ് ഒരു 73 വയസ്സുള്ള പിരപ്പൻകോട് മുരളിയെ ഒഴിവാക്കി. അന്ന് 93 വയസ്സുള്ള ഒരാൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ട് കേട്ടോ. ഈ 73കാരനെ 80ന്റെ പേരിലും ഒഴിവാക്കി. അതിനുശേഷം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊരു ഘടകം കൊടുത്തിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയാൽ ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഏരിയയിലോ ലോക്കലിലോ ഒക്കെ ഒരു ഘടകം അനുവദിക്കാം. അതുപോലും അനുവദിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെട്ടതാ. അദ്ദേഹത്തെ കുറിച്ചാ പറയുന്നത്, പിരപ്പൻകോട് മുരളി ഒരു അംഗം പോലും അല്ല എന്നും. എന്തായാലും നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താണ് എന്ന് നോക്കാം. മാതൃഭൂമി അതിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസംബന്ധം എഴുന്നള്ളിക്കുകയാണ്. ആര്? പിരപ്പൻകോട് മുരളി അസംബന്ധം എഴുന്നള്ളിക്കുകയാണ്. ഇക്കാര്യം വി എസ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. തോന്നിയാസം പറയുന്നു എന്നേ ഇതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കോട്ട് ചെയ്തിരിക്കാം. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഇമാതിരി അസംബന്ധം പറയുന്ന കുറെ എണ്ണമുണ്ട്. പാർട്ടി അംഗത്വം പോയ ശേഷം പണം ഉണ്ടാക്കാൻ പുസ്തകം എഴുതുന്നവർ, അതിന് പ്രചാരം കിട്ടാൻ ഓരോ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടാണ്. ഇനി മനോരമയിൽ ഈ ശുദ്ധ അസംബന്ധവും തോന്നിയാസവും ഒക്കെ പറഞ്ഞതിന് ശേഷമുള്ള 1-2 വരികൾ. മുരളി മാത്രമാണോ സമ്മേളനത്തിൽ പങ്കെടുത്തത്? ഞങ്ങളെല്ലാം പങ്കെടുത്തതാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഈ സ്വരാജിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസംഗത്തെ മുച്ചൂടും തള്ളിക്കളയാണ്. പക്ഷെ പിരപ്പൻകോട് മുരളിയുടെ ഒരു ഒറ്റ ചോദ്യം അതിന് മറുപടിയായിട്ട്, അതോടെ
ഈ ഗോവിന്ദൻ മാർക്സിന്റെ ഈ വിശദീകരണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിരാകരണം, നിഷേധം, അതങ്ങ് ആവിയായി പോയി. ഒരു ബലൂണിൽ ഒരു സൂചി കുത്തിയതുപോലെ ഷൂന്നങ്ങ് പോയി. അതേ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ആര്? പിരപ്പങ്കോട്. അങ്ങനെ പറഞ്ഞു, ഈ തിരുവനന്തപുരത്തെ സമ്മേളനം കഴിഞ്ഞിട്ട്, ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു. അതിൽ VS അച്യുതാനന്ദൻ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? അതൊക്കെ ഈ മാധ്യമങ്ങളിലെ പത്രങ്ങളിലൊക്കെ വന്നതാ. പൊതുയോഗമാണല്ലോ, നമ്മൾ കേൾക്കുമല്ലോ, കേട്ടാ പിന്നെ അതേപടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ. അതെന്താ പറഞ്ഞത്? VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഇവിടെ ചിലരൊക്കെ വാദിക്കുന്നുണ്ട്. ആ ആഗ്രഹം അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നാണ് VS ഈ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അതിന്റെ അർത്ഥം എന്തുവാ? ഈ സംസ്ഥാന സമ്മേളനത്തിൽ ആരെങ്കിലും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ VS പേരൊന്നും പറഞ്ഞില്ല, സ്വരാജിന്റെ പേരൊന്നും പറഞ്ഞില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അത് പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ ആരാ പ്രസംഗിച്ചതെന്നുള്ളത്. വാർത്തകള്, റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോ പേരെടുത്ത് പറയാതെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആഗ്രഹിക്കുന്നവരുടെയൊക്കെ സ്വപ്നങ്ങള് അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് VS പറഞ്ഞു. അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടില്ലെങ്കിൽ VS അങ്ങനെ ഒരാവശ്യവുമില്ലാതെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമോ? ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരുമോ? ഇല്ലല്ലോ. പിന്നെ ഈ പെരപ്പനങ്കോട് മുരളിച്ചേട്ടൻ, അദ്ദേഹം 19 പുസ്തകം എഴുതിയിട്ടുള്ള ആളാ. നായനാർ, EMS തുടങ്ങിയവരെ കുറിച്ചൊക്കെ പുസ്തകങ്ങളും നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കാശിന് വേണ്ടി എഴുതിയെന്ന് നമ്മുടെ ഗോവിന്ദൻ മാർക്സ് പറഞ്ഞാല് ഇതാര് വിശ്വസിക്കാനാ? അദ്ദേഹം വളരെ കൃത്യമായ ഭാഷയിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു ചാനലിൽ കേട്ടതാ. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കുടുംബപരമായി കിട്ടിയതിൽ നിന്ന് 1 സെന്റ് സ്ഥലം കൂടുതലുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു 10 രൂപ കൂടുതൽ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന്, ഈ പാർട്ടി വഴി സമ്പാദിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുക. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് പെരപ്പൻകോട് മുരളി പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം അങ്ങനെ സത്യസന്ധനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, നമുക്കെല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അതിനെ നിരാകരിക്കാൻ വേണ്ടി എന്തിനാണ് പെരപ്പൻകോട് മുരളിയെ ഒരു തോന്നിവാസക്കാരനും അസംബന്ധക്കാരനുമായി മാറ്റുന്നത്? പക്ഷെ ഗോവിന്ദൻ മാഷേ, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസംഗം. ഇനി ധാരാളം കഥകള് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് സഖാവ് M സ്വരാജിനെ രക്ഷിച്ചെടുക്കാൻ ഇത്തരത്തിലൊരു തിക്കുമുട്ട് കാണിക്കേണ്ട കാര്യമില്ലെന്നാണ് പുറത്തു നിൽക്കുമ്പോൾ തോന്നുന്നത്. 1996 തെരഞ്ഞെടുപ്പ്, അതിന് LDFന് ഭൂരിപക്ഷം കിട്ടിയാൽ VS ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം മാരാരിക്കൊടുത്ത് മത്സരിച്ചു. CPMന് പുല്ലുപോലെ ജയിക്കാവുന്ന മണ്ഡലമാണ്, മനസ്സിലായില്ലേ? അവിടെ പക്ഷെ അദ്ദേഹം തോറ്റു. ആ കഥകള് CPM നടത്തിയ കുറെ അന്വേഷണങ്ങൾ, റിപ്പോർട്ടുകൾ, അങ്ങനെ CPMന്റെ ഔദ്യോഗിക വേഷമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും. 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 1 സംസ്ഥാന കമ്മിറ്റി അംഗവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ആ തോൽവി എന്ന് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരും. VS മൺമറിഞ്ഞു പോയല്ലോ, ഇനി അതൊക്കെ പുറത്തു വരും. 1998 പാലക്കാട് സമ്മേളനം, അന്ന് VS 12 ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് നടത്തിയ അട്ടിമറി, അതിന്റെ കഥകള്, പിന്നാമ്പറ കഥകള് നമുക്ക് കേൾക്കണ്ടേ? പിന്നീട് കൈരളി ടെലിവിഷൻ ചാനൽ പാർട്ടിയുടെ അതിനുവേണ്ടി നടത്തിയ ധനസമാഹരണം, അപ്പോഴാണ് വൻകിട കോർപ്പറേറ്റുകളും പണക്കാരുമായിട്ടൊക്കെ പാർട്ടി എങ്ങനെ നേരിട്ട് അങ്ങോട്ട് ഇടപെടുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ. അങ്ങനെ സമ്പത്തിനോട് പാർട്ടിക്ക് ഒരു സന്തോഷം തോന്നി, ആർത്തി തോന്നി, ആഗ്രഹം തോന്നി. അതിനുശേഷമാണ് CPMലെ കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നത്. CPM സമ്പന്നരുടെ ഒരു പാർട്ടിയായിട്ട്, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരോട് ചങ്ങാത്തം കൂടുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയത്. അതിന്റെ കഥകളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുക. മലപ്പുറത്തെ അട്ടിമറി, പിണറായി വിജയൻ മിന്നൽ പിണറായിയായി മാറിയ സമ്മേളനം, VSന്റെ 12 സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു. ആ കഥ, അതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത്, പ്രവർത്തിച്ചത്, എങ്ങനെയാണത് നേടിയെടുത്തത് അറിയണ്ടേ? അതൊക്കെ പുറത്തു വരില്ലേ? പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ അറിയാക്കഥകളും അണിയറക്കഥകളും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴേ അതാ പറഞ്ഞത്, ജീവിച്ചിരുന്ന VSനേക്കാൾ CPM പേടിക്കേണ്ടത് മൺമറഞ്ഞു പോയ VSനെയാണെന്നാണ്. പെരപ്പൻകോട് മുരളി VS അച്യുതാനന്ദന്റെ ഒരു ജീവചരിത്രം എഴുതുന്നുണ്ട്. VS ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന അതിന്റെ പേര്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയപ്പോഴേക്കും ഇത്രയും പൊക്കാറും കലാപവുമാണെങ്കിൽ അദ്ദേഹം പുസ്തകം ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ഗോവിന്ദന്മാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. പെരപ്പൻകോട് മുരളിച്ചേട്ടന്റെ പുസ്തകം ഏത് ലൈനിലായിരിക്കും നമുക്കിപ്പോ മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനോരമ ലേഖനം, പിന്നീട് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങള്, അപ്പൊ ആ ലൈൻ നമുക്ക് പിടികിട്ടി. അതിന് ബദലായിട്ട് ഒരു പുസ്തകം ഇറക്കുകയാണ് ഇതിന് ചെയ്യാവുന്നത്. ബദലായിട്ടൊരെണ്ണം അത് ഇപ്പോഴേ എഴുതി തുടങ്ങണം, എങ്കിലേ മറ്റേത് പുറത്തു വരുമ്പം നമ്മുടെ പുസ്തകവും പുറത്തു വരത്തുള്ളൂ. സത്യമായി നമ്മുടെ ഗോവിന്ദൻ മാഷിന് ഈ പാർട്ടി വലിയ ഹെവി വർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇരിക്കപ്രതിയില്ലാത്ത പോലെ ജോലിയാ, ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരിക.
എത്രയെത്ര കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ക്യാപിറ്റൽ പണിഷ്മെന്റ്, തിരുവനന്തപുരം സമ്മേളനത്തിലെ പ്രസംഗം മുതൽ ഇപ്പൊ നമ്മുടെ EP ജയരാജന്റെ വൃദ്ധസദനം പൂട്ടിയത് വരെയുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് വിശദീകരിക്കേണ്ടി വരിക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് മരുന്നില്ല, ഉപകരണങ്ങളില്ല. പാർട്ടിക്കാരനായ ഒരു ഡോക്ടർ തന്നെ പരാതിപ്പെടുക. ഉടനെ മന്ത്രി പറയുന്നു സിസ്റ്റത്തിന്റെ തകരാറാ. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ച് പ്രത്യയശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിക്കണമല്ലോ. അത് നമ്മുടെ ഗോവിന്ദമാസ് അല്ലാതെ പിന്നെ ആരാ ചെയ്യുക? മെഡിക്കൽ കോളേജിൽ കെട്ടിടം താഴോട്ട് വീഴുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ, ചാണ്ടിയുമ്മനും മറ്റും പറഞ്ഞപ്പോ അത് 2 മന്ത്രിമാരെ നിരാകരിക്കുക, അവരെ പണി നോക്കാൻ പറയുക. പക്ഷെ അവസാനം അതിന്റെ അടിയിൽ ഒരു സ്ത്രീ പെട്ടുപോയിരുന്നു. ഇത് വിശദീകരിക്കണ്ടേ, ന്യായീകരിക്കണ്ടേ? RSകാരെ കേരളത്തിലൊരു സെമിനാർ നടക്കുന്നു. എന്താണ് അതിന്റെ പേര്? ജ്ഞാനസഭ. ജ്ഞാനസഭ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുക. അപ്പൊ അതിലെ കേരളത്തിലെ VCമാരെ ക്ഷണിച്ചിട്ടുണ്ടത്രേ. അപ്പൊ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുക, ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാമെന്ന്, ഒരു തടസ്സവുമില്ല, ഒരു ഗ്രീൻ സിഗ്നൽ, പച്ചക്കൊടിയം കാട്ടുക, പോകുന്നവർക്ക് പോകാം. ഉടനെ പാർട്ടി പറയുക, അല്ലെ പാർട്ടി സെക്രട്ടറി പറയുക, അത് ശരിയല്ല, RSSകാർ നടത്തുന്ന ഈ പരിപാടിയിൽ VCമാര് പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ ഇത് ന്യായീകരിക്കണ്ടേ, വിശദീകരിക്കണ്ടേ? മന്ത്രി ഒരു വഴിക്കൊന്ന് പറയുന്നു, പാർട്ടി സെക്രട്ടറി വേറൊന്ന് പറയുന്നു. ഇതിലേതാ ശരി? പാർട്ടിയുടെയും സർക്കാരിന്റെയും നയം രണ്ടും രണ്ടാണോ? അപ്പൊ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അത് നാട്ടുകാരെ മനസ്സിലാക്കത്തക്ക രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഒരു ജോലി, ഭാരിച്ച ജോലി. ഇപ്പൊ ഏറ്റവും അവസാനം ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് ചാടിപ്പോയി. ഏത് ജയില്? കണ്ണൂർ സെൻട്രൽ ജയില്, നമ്മുടെ സ്വന്തം ജയിലാ. അവിടുത്തെ ഉപദേശ സമിതിയിലെ അംഗമാരാ? നമ്മുടെ B ജയരാജൻ. അദ്ദേഹത്തെ വളരെ മനഃപൂർവ്വം വെച്ചിരിക്കുന്നതാ, അല്ല ചുമ്മാ വെച്ചൊന്നുമല്ല. അവിടെ CPMകാരായ പ്രതികള് അല്ലെങ്കിൽ തടവുകാര് പറയുന്നതനുസരിച്ചിട്ടാണ് ഈ ജയില് പ്രവർത്തിക്കുന്നത് തന്നെ. ചേടാ, അംഗപരിമിതിയുള്ള ഈ ഗോവിന്ദച്ചാമി ഒരു കൈ മുട്ടിന് താഴെ മുറിച്ചതാണ്. അയാൾ എങ്ങനെയാണ് 20-30 മീറ്റർ ഉയരമുള്ള മതിൽ ചാടി രക്ഷപ്പെടുന്നത്? അയാളുടെ സെല്ലിലെ കമ്പി എങ്ങനെയാണ് അയാള് ബ്ലേഡ് ഉപയോഗിച്ച്, ഇരുമ്പ് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുന്നത്? ജയിലിന്റെ ഉള്ളിൽ നിന്ന് സഹായം കിട്ടാതെ നടക്കുമോ? പറഞ്ഞല്ലോ, CPMകാരുടെ സ്വന്തം ജയിലാ. അപ്പൊ ഇത് ന്യായീകരിക്കണം. അങ്ങനെ എത്ര കാര്യങ്ങൾ. ഏറ്റവും അവസാനം നമ്മുടെ EP ജയരാജന്റെ വൃദ്ധസദനം പൂട്ടിപ്പോയി. അതിനി ന്യായീകരിക്കേണ്ടി വരുമോ? ദൈവത്തിനറിയാം. നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ. ഒരു കാര്യം പറഞ്ഞേക്കാൻ കൊന്നും മാഷേ, P ജയരാജനും നിങ്ങളുമായിട്ട് നല്ല ബന്ധമല്ലെന്ന് നമുക്കൊക്കെ അറിയാം. പാർട്ടിയിലെ പ്രശ്നങ്ങളെ, അല്ലാതെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഉണ്ടെന്നല്ല. പാർട്ടി കാര്യങ്ങൾ നിങ്ങൾ രണ്ടും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തെ വിട്ടുകളയരുതേ. അദ്ദേഹത്തെ ഉപകരിക്കും. അദ്ദേഹമല്ലാതെ ഒരു മനുഷ്യൻ പോലും ഈ ഗോവിന്ദച്ചാമിയുടെ ഈ ജയിൽ ചാട്ടമുണ്ടല്ലോ, അതിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പിനെ പഴിക്കേണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹം മാത്രമാ, വേറൊരാൾ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, പകൽഗാമിലെ കൂട്ടക്കൊലയുണ്ടല്ലോ, അതിർത്തി കടന്നു വന്ന ഭീകരന്മാര് 26 ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന, അതുമായിട്ട് താരതമ്യപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു മികവ് പ്രകടിപ്പിക്കുന്ന P ജയരാജനെ കൂടെ കൂട്ടണം. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ജനങ്ങളെ, നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന്റെ സഹായം ഉപകരിക്കും.